അല്ലാഹുവല്ലാതെ ശരിക്കും ഇബാദത്ത് ചെയ്യപ്പെടുന്ന ആരാധന എന്ന വണക്കം ചെയ്യപ്പെടാൻ അർഹമായിട്ടുള്ള ഒരു സത്തയില്ല, ഒരു ശക്തിയില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യത്തിന്റെ ഹൃദയത്തിൽ ഉറച്ച ആശയത്തിനാണ് എന്ത് പേര്? തൗഹീദ് എന്ന്. ഇതിന് മലയാളം പറയാ അവനല്ലാതെ ഇലാഹില്ല, അവൻ മാത്രമേ ഇലാഹുള്ളൂ എന്ന് പറയുമ്പോൾ അതിന്റെ മലയാളമാണ് ഏകദൈവ വിശ്വാസം. ഏകദൈവ വിശ്വാസം മോശമൊന്നുമില്ല. ഇത് മലയാളം അങ്ങനെ ഉപയോഗിക്കാൻ നമുക്ക് ഏകദൈവ വിശ്വാസം. ദൈവം എന്ന് നമ്മൾ പറയുമ്പോൾ ആരാധിക്കപ്പെടുന്ന എന്നാ പറയുന്നത്. അതിന് നമ്മളൊരു സത്യം കൂടി കൂട്ടിയ ഏക സത്യദൈവത്തിലുള്ള വിശ്വാസം. ഇതാണ് ഏകദൈവ വിശ്വാസം എന്ന് നമ്മൾ മൊത്തം പറയാണ്. ഏകദൈവ വിശ്വാസം തൗഹീദ്. ഈ ഏകദൈവ വിശ്വാസം, ഏക സത്യദൈവ വിശ്വാസം എന്ന് പറയുന്ന തൗഹീദ് അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ തൗഹീദ് ഉണ്ട്. ഇതിന്റെ നേരെ വിപരീതം അള്ളാഹുവിനെ ഏക സത്യദൈവമായി വിശ്വസിക്കാതിരിക്കുക അങ്ങനല്ലേ? അപ്പൊ പിന്നെന്താ? അള്ളാഹുവിന് പുറമെ വേറെയും ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുക. ഇത് ശിർക്ക്. ഇത് മനസ്സിലാക്കാൻ എന്താ അത്ര പ്രയാസം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിപ്പിക്കാൻ അല്ലാഹു തആല അമ്പിയാക്കന്മാരെ വിടുന്നത് അള്ളാഹു മാത്രമല്ല ഇലാഹ്, വേറെയും കുറെ ഇലാഹ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ജനതയുടെ അടുക്കലേക്കാണ്. ഒന്നും മനസ്സിലാക്കാതെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചിരുന്ന കുറച്ച് കാലം ഉണ്ടായിരുന്നു. ആദം നബി, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത്. അന്ന് ശിർക്കില്ല. നൂഹ് നബി അലൈഹിസ്സലാം മുതൽക്ക് ഒരു സമൂഹമായി മനുഷ്യൻ വളർന്നേടം മുതൽക്കൊക്കെയും ശിർക്ക് വ്യാപിച്ചപ്പോ അവർക്കെതിരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പോലെ ഇലാഹുകളില്ല, അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന്. അപ്പം മറ്റു ഇലാഹുകളിൽ വിശ്വസിച്ചാൽ അവിടെ നിന്ന് വരും ശിർക്ക് എന്ന് പറയുന്നത്. ബഹുദൈവ വിശ്വാസം എന്നാണ് ഇതിന് സാധാരണ പറഞ്ഞു വരിക. ഇതിനെ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമം പല ഭാഗത്തും നടക്കുന്നുണ്ട്. ഇത് നമ്മൾ പണ്ടേ പഠിച്ചു വെച്ചതാണ്. ഞാൻ ഒന്നും കൂടി ഉറപ്പിച്ചു തരാന്നേ ഉള്ളൂ. നമുക്കൊക്കെ അതറിയാം. തൗഹീദ് എന്ന് പറഞ്ഞാൽ പരിഭാഷ ഏകദൈവ വിശ്വാസം, ശിർക്ക് എന്നാൽ പരിഭാഷ ബഹുദൈവ വിശ്വാസം. ഇതുകൊണ്ടാണ് അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്നും പറഞ്ഞ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ് എന്നല്ലേ മക്കത്തെ മുശ്രിക്കീങ്ങൾ പറഞ്ഞത്. ഇത് ഖുർആൻ പറയുന്നില്ല. ഇത് അറിയാത്തവരാരുമില്ലല്ലോ. അജഅലൽ ആലിഹത, ഈ കണ്ടു കാണപ്പെട്ട ദൈവങ്ങളെ എല്ലാം കൂടിയിട്ട് ഇവനാക്കിയോ ഇലാഹം വാഹിദൻ, ഒറ്റ ഇലാഹ്. എത്രങ്ങാനും ഇലാഹ നമുക്ക്. ഇതെല്ലാം കൂടിയിട്ട് ഇതിന് പകരം ഒറ്റ ഇലാഹ്. നമ്മളെ കാര്യം നടക്കൂ. ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, പുതുമണ്ടല്ലോ ഇവന്റെ പൊട്ടത്തരം എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് തൗഹീദിനെ അവർ പരിഹസിച്ചത്. അപ്പൊ ബഹുദൈവങ്ങളായ ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളുകൾക്കിടയിൽ ആ ദൈവങ്ങളൊന്നും ദൈവങ്ങളല്ല, ആരാധനക്കർഹമായിട്ടുള്ളവയല്ല, അള്ളാഹു മാത്രമേ സത്യദൈവമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന പാഠമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇത് വിശ്വസിച്ചാൽ പരമാവധി വിശ്വാസികളായ ആളുകൾക്ക് ഉള്ള തൗഹീദായി. അതൊന്നുകൂടി മനസ്സിൽ വെളിച്ചം കൊണ്ട് ബോധ്യപ്പെടുക എന്ന് പറഞ്ഞെടുത്താൽ പിന്നെ മാറ്റം വരിക. മാറ്റം അവിടെയാണ് വരുന്നത്. അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടത് അള്ളാഹു മാത്രം ഇലാഹ്. ഇപ്പൊ ഇലാഹ് എന്ന് പറയുമ്പോഴോ അള്ളാഹു മാത്രം ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇലാഹാണെന്ന ആ സ്ഥാനത്ത് മറ്റൊന്നിനെ നമ്മൾ പ്രതിഷ്ഠിച്ചാൽ അവിടെ എന്ത് പോകും? തൗഹീദ് പോകും, ശിർക്ക് വരും. ഇലാഹാണ് എന്ന് പറയുന്ന സ്ഥാനം മാത്രം മാർക്ക് അള്ളാഹുവിന്. വേറെ എന്ത് വന്നാലും തൗഹീദിന് തകർച്ചല്ല എന്നാ പറയുന്നത്. മനസ്സിലാക്കി? എന്റെ കാര്യമൊക്കെ നിർവഹിച്ചു തരുന്നത് ആലിക്കോയാജിയാണ് എന്ന് ഞാൻ പറഞ്ഞു. വെറുതെ അങ്ങനെ പറയാറുണ്ടല്ലോ നമ്മൾ. എന്റെ കാര്യമൊക്കെ നിർവഹിച്ചു തരും, എന്റെ ആവശ്യങ്ങൾ എന്ത് പറഞ്ഞാലും നിർവഹിച്ചു തരും ആലിക്കോയാജിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതുകൊണ്ട് തൗഹീദ് പോയില്ല. വാസ്തവത്തിൽ തൗഹീദിന്റെ ആശയത്തിന് അവിടെ ഭംഗമുണ്ടല്ലോ. നല്ലോണം ചിന്തിച്ചാൽ. കാരണം ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു തരുന്ന ശക്തിയായി നാം മനസ്സിലാക്കുന്നത് ആരെയാണ്? അള്ളാഹുവിനെ. ആര് ആവശ്യം നിർവഹിച്ചാലും ആ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന്റെ പിന്നിലുള്ള ശക്തി ആരാണ്? അള്ളാഹു. അപ്പൊ അള്ളാഹു അല്ലാതെ ആവശ്യം നിർവഹിച്ചു വരുന്നതായി മറ്റാരും കാണാൻ പാടില്ല. സംഗതി ശരിയാണ്. പക്ഷേ വിശേഷിപ്പിക്കുന്നതിൽ തൗഹീദ് തകരൂല. കണ്ടോ? അങ്ങനെ വിശേഷിപ്പിച്ചാൽ തൗഹീദ് തകരൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ എതിരായി അള്ളാഹു അല്ലാതെ ഇലാഹുണ്ട് എന്നായാലോ, ആലിക്കോയാജിന്റെ ഇലാഹാണ് എന്ന് പറഞ്ഞാലോ തൗഹീദ് തകർന്നു. ആലിക്കോയാജിന്റെ കാര്യം നിർവഹിച്ചു തരുന്ന ആളാണെന്ന് പറഞ്ഞാലോ തൗഹീദ് തകരുന്നില്ല. എവിടെയാ വിഷയം? ഇലാഹാണെന്ന പദവി
നമ്മൾ മറ്റൊന്നിന് സങ്കല്പിക്കുമ്പോഴാണ് എന്ത് വരിക? ശിർക്ക് വരിക. ഇത് എല്ലാവർക്കും തിരിയുന്ന പോയിന്റാ. പക്ഷെ സാഹസപ്പെട്ട് നമ്മൾ തൗഹീദിൽ നിന്ന് അകന്നു എന്ന് പറയാൻ ഒരുപാട് തലങ്ങളിൽ വിഷയങ്ങൾ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടാണ് വാസ്തവത്തിൽ ഈ ശിർക്ക് ആരോപണങ്ങൾ വളരെ കട്ടുപോകുന്നത്, ശിർക്കിന്റെ തലങ്ങൾ വളരെ കൂടിപ്പോകുന്നത്. ഇവിടെ ഒതുങ്ങി. എന്നാൽ ഇതിന്റെ പ്രതിഫലനമായിട്ട് ജീവിതത്തിൽ വരാൻ ഒരുപാടുണ്ട്. തൗഹീദ് എന്ന് പറഞ്ഞിട്ട് വരില്ല. അതാ ഞാൻ പറഞ്ഞ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഉണ്ടായി തന്നെ കാണാൻ കഴിയാതിരിക്കുക. ഉമ്മല്ല, വാപ്പല്ല, ഞാനില്ല, ഒന്നുമില്ല, ലോകല്ല, ഒന്നുമില്ല, അല്ലാഹുവിനെ മാത്രം ഉണ്മയിൽ കാണുക എന്ന് പറയുന്നവരെ തൗഹീദ് ഉയരും എന്ന് കരുതിയിട്ട് തൗഹീദ് പൊളിയൂല, തകരൂല. മറ്റൊരാളുണ്ട് എന്ന് പറഞ്ഞാൽ, മറ്റൊരാൾ ആവശ്യക്കാരനാണെന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ പോയിന്റിൽ അള്ളാഹുവിന് സവിശേഷപ്പെട്ട ഇലാഹിയത്ത് എന്ന പോയിന്റിൽ മറ്റാരെങ്കിലും പ്രതിഷ്ഠിക്കുകയും ആ വസ്തു ഗുണം മറ്റേതെങ്കിലും വ്യക്തിക്കോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ദാത്തിനോ ഒരു സത്തക്കോ സങ്കല്പിക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയാം. അപ്പൊ തൗഹീദ് ശിർക്ക് എന്നതിന്റെ നിർവചനം ഇത്ര നമ്മൾ മനസ്സിലാക്കാനേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ അപ്പുറം അള്ളാഹു അല്ലാതെ ഇലാഹുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതിനപ്പുറം പിന്നെ ഓരോരോ തലങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിലൊന്നും തൗഹീദ് നമ്മൾ ഒന്നങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അറിയുമ്പോൾ പൊളിയുന്നതല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, കർമ്മം കൊണ്ട് തൗഹീദ് പൊളിയില്ല. നിങ്ങളൊന്ന് കൂട്ടി നോക്കി. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിന്നു അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ നിൽക്കുന്നുണ്ട്, അള്ളാഹിന്റെ മുമ്പിൽ, അത് അള്ളാഹുള്ള ഇബാദത്താണ്. ഇതേ നൃത്തം നമ്മൾ അള്ളാഹു അല്ലാത്ത ഒരു ബഹുമാനിക്കപ്പെടേണ്ട ആളെ മുമ്പിൽ നിന്നാൽ തൗഹീദ് പൊളിഞ്ഞോ? ഇല്ല. ഇബാദത്തിന്റെ കർമ്മമല്ലേ നൃത്തം. ഈ നൃത്തം നമ്മൾ അള്ളാഹു അല്ലാത്ത ഒന്നിന്റെ മുമ്പിൽ ചെയ്തു പോയാൽ തൗഹീദ് പൊളിഞ്ഞോ? ഇല്ല, പൊളിയില്ല എന്ന് എല്ലാവർക്കും അറിയാം, സമ്മതിക്കാം. ഇനി പെട്ടെന്ന് നിങ്ങൾ സമ്മതിക്കാത്തൊരു ഉദാഹരണം പറഞ്ഞേക്കാം. പെട്ടെന്ന് സമ്മതിക്കൂല കേട്ടോ, ഞാൻ എന്നാലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു ലേശം സമ്മതിക്കാത്തൊരു ഉദാഹരണമാണ്. അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ, എന്ന് ചിന്തിച്ചു നോക്കി, അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ ശിർക്കാവോ? ആവോ? ആവോ? ആണോ? ആവും എന്നേ പറയുള്ളൂ. പെട്ടെന്നാള് അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ ഏത് സാധാരണക്കാരും പറയും ശിർക്ക്, 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 ശിർക്കിലായി. അപ്പൊ മനസ്സിലാക്കിയിട്ടില്ല നമ്മള്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ഏക സത്യദൈവമായി വിശ്വസിക്കാന്നാണ്. ആരാധനയല്ലല്ലോ, ആരാധന ചെയ്യലല്ലോ. ഇവിടെ അട്ടിമറിക്കും ചിലര്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കൽ എന്നാണ് തൗഹീദ്. അത് കേട്ടാൽ നമുക്ക് അതിന്റെ വിളവ് തിരിയില്ല. അവിടെ എവിടെയാണ് വക്രത എന്ന് മനസ്സിലാവില്ല. ദുഷ്ടബുദ്ധിയോടുകൂടെ പ്രചരിപ്പിക്കുന്ന അർത്ഥാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ഇതാണ് തൗഹീദ്. അങ്ങനെയാണ് ഇവിടെ ഒരു പ്രസ്ഥാനം അതിന്റെ വികലമായ ആശയങ്ങൾ കെട്ടിപ്പടുത്തു വന്നത്. ഒന്നാമതായിട്ട് ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, ഇബാദത്ത് ആരാധന കൊണ്ട് അള്ളാഹിനെ തനിപ്പിക്കുക. ആരാധന അള്ളാഹ്ക്ക് മാത്രമാകുക. അങ്ങനെയല്ല ഇപ്പൊ നമ്മൾ തൗഹീദ് പറഞ്ഞു കേട്ടോ, മനസ്സിലാക്കണത്. ആരാധന അള്ളാഹുവിന് മാത്രമാകണം എന്നുള്ള ആശയത്തിൽ നമുക്ക് എതിർപ്പില്ല, അതിനെ വേണ്ട, അതിന് ഞാൻ പഠിപ്പിക്കണു. പക്ഷേ ആരാധന അള്ളാഹുവിനെ മാത്രമാക്കുക എന്നല്ല തൗഹീദ് എന്നതിന്റെ അർത്ഥം. അങ്ങനെ വന്നാൽ എന്താവും? ആരാധിക്കണം, ആരാധിച്ചാലേ തൗഹീദ് വരുള്ളൂ എന്നാവും. ആരാധിച്ചാലേ തൗഹീദ് വരുള്ളൂ. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ആരാധനാകർമ്മമായി ഒന്നുമില്ലാത്ത ഒരു തൗഹീദുള്ള ആളെ നരകത്തിലെ ശിക്ഷ കഴിഞ്ഞിട്ട് അവസാനം അല്ലാഹു തആല പുറപ്പെടുവിക്കും. അവസാനത്തെ ആളാണ്, അവസാന നരകത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ആള്. അവസാന നരകത്തിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ട് സ്വർഗത്തിൽ അവസാനം കടക്കുന്ന ആളാണ് ഈ പറഞ്ഞ ആള് എന്ന് ബുഖാരി മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. ആ ഹദീസിലുണ്ട്, അള്ളാന്റെ റസൂല് പറയുന്ന ആള് അയാൾ ഒരു ഇബാദത്തും ചെയ്തിട്ടില്ല. ഇബാദത്ത് ചെയ്യാഞ്ഞാലും ആള് മുവഹിദാവും. എന്താണ് മുവഹിദാകാൻ വേണ്ടുള്ളൂ? ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രമാകുന്നു എന്ന് വിശ്വസിക്കുക. അല്ല, മനസ്സിലാക്കി? ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രമാകുന്നു എന്ന് വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ പേരാണ് തൗഹീദ്. അപ്പൊ അതിന്റെ വിപരീതം എങ്ങനെ വരിക? ഇബാദത്തിന് അർഹൻ അള്ളാഹു അല്ലാത്തവരുമുണ്ട് എന്ന് വിശ്വസിക്കുക, അല്ലെ? ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രമാണെന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുക, ഇബാദത്തിന് അർഹൻ അള്ളാഹു അല്ലാത്തവരുമുണ്ടെന്ന് വിശ്വസിക്കുക ശിർക്ക്. അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന ചെയ്യൽ ശിർക്ക്, അള്ളാഹുവിന് മാത്രം ആരാധിക്കൽ തൗഹീദ് എന്നാണ് അപ്പൊ അവിടെ പഠിപ്പിച്ചു വരുന്നത്. ഇത് അട്ടിമറിയാണ്. ഈ അട്ടിമറി നമ്മൾ ശ്രദ്ധിക്കണം. ആശയം ചിലപ്പോൾ സത്യമാണ്, നമ്മൾ നിരകിക്കൂല. അള്ളാഹ്ക്ക് തന്നെ നമ്മൾ ആരാധിക്കുള്ളൂ, അള്ളാഹ്ക്കെ ആരാധിക്കാൻ പറ്റുള്ളൂ, തർക്കല്ല.
പക്ഷേ അള്ളാഹുവിന് ആരാധിക്കൽ എന്നല്ല എന്നർത്ഥം തൗഹീദിന്റെ അർത്ഥം. കാരണം ആരാധനാ കർമ്മങ്ങളൊന്നും ചെയ്യാത്ത ഒരു മുവഹ്ഹിദിനെ നമുക്ക് സങ്കല്പിക്കാമെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു മുവഹ്ഹിദിനെ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അവസാനത്തെ സ്വർഗപ്രവേശം നേടുന്നയാൾ ആരാധനയൊന്നുമില്ലാത്തയാളാണ്. തൗഹീദിന്റെ വിശ്വാസം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അങ്ങനെ തന്നെ ശിർക്കും വരാം, ഒരാരാധനയുമില്ലാതെ ശിർക്ക് വരാം. ആരാധനക്ക് അർഹനായിട്ടുണ്ടെന്ന് വിശ്വസിച്ചാൽ എന്ത് വരും? ശിർക്ക് വരും. അപ്പൊ ആരാധന അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യുക എന്നാ ശിർക്കിന്റെ അർത്ഥം എന്ന് പറയുമ്പോഴാണ് നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ അതിന് ശിർക്ക് വരും എന്ന് പറയാം. സുജൂദ് ചെയ്യുമ്പോൾ നമ്മൾ കാണാം, ഒരു മഖ്ബറയിൽ ചെന്നിട്ടിപ്പോ നമ്മൾ സുജൂദ് ചെയ്യുന്നത് കാണുകയാണ്. എന്ത് ശിർക്കാണ് അവിടെ നടക്കുന്നത്, എന്ത് സംഗതിയാണ് നടക്കുന്നത്. സംഗതി തെറ്റാണ് കേട്ടോ, വിരോധിക്കപ്പെട്ടതാണ്. മഖ്ബറയിലല്ല ജീവിച്ചിരിക്കുന്നവന്റെ ഒന്നും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുറ്റമാണ്, കുഫ്ർ വരുന്ന കുറ്റമാണ്. പക്ഷേ ശിർക്കല്ല. എന്തേ കാരണം? മഹാനായ യാക്കൂബ് നബി അലൈഹിസലാം ഇത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്തിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി. യാക്കൂബ് നബി ശിർക്ക് ചെയ്യുമോ? ശിർക്ക് ചെയ്യുന്നതാണെങ്കിൽ യാക്കൂബ് നബി അലൈഹിസ്സലാം ശിർക്കുകാരനാവോ? ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, ആദം നബി അലൈഹിസ്സലാം മുതൽക്കേ തൗഹീദ് ഒന്നാണ്, ശിർക്കും ഒന്നാണ്. തൗഹീദും ശിർക്കും ആദം നബി മുതൽ പഠിപ്പിച്ചു വരുന്ന ഒരേ രീതിയിൽ വരുമ്പോ ആദം നബി മുതൽക്കുള്ള ഒരൊറ്റ ശരീഅത്തിലും ശിർക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല. ഇത് സമ്മതിക്കാത്തവരാരുമില്ല. പക്ഷേ ഖുർആൻ പറയുന്നു വഖറൂ ലഹു സുജ്ജദാ. സൂറത്ത് യൂസുഫ് വഖറൂ ലഹു സുജ്ജദാ. യാക്കൂബ് നബിയും 11 മക്കളും യൂസുഫ് നബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തു. സുജൂദ് തന്നെ അത് ഇബ്നു കസീറൊക്കെ വിവരിക്കുന്നത് ശരി, സുജൂദ് തന്നെ ചെയ്തു. എന്തേ സുജൂദ്? അഭിവാദനത്തിന്റെ സുജൂദാണ്. അഭിവാദനം ചെയ്യപ്പെടുന്ന വലിയ മഹാന്മാരെ മുമ്പിൽ അഭിവാദനത്തിന് സുജൂദ് ചെയ്യുന്ന വഴക്കം എല്ലാ സമൂഹങ്ങളിലും ഉണ്ടായിരുന്നു ഇസ്ലാം നിരോധിക്കുന്നതിന്റെ മുൻപ്. അന്ന് ഇസ്ലാം ഇത് വിരോധിച്ചിട്ടുമില്ല. കാരണം യാക്കൂബ് നബി അലൈഹി സ്വലാം വിരോധിച്ചതാണെങ്കിൽ ചെയ്യൂലല്ലോ. ഇന്ന് വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അത് ചെയ്തവനെ നമ്മൾ എന്ത് പറയും? കാഫിർ എന്ന് വിധിക്കും. കാഫിർ എന്ന് വിധിക്കും. അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്തവനെ ഒറ്റടിക്ക് വിധിക്കും. പ്രത്യക്ഷത്തിൽ കണ്ടാല് അത് കുഫറാണ്, ആള് മുർത്തദ്ദാവുന്ന പ്രവൃത്തിയാണ്. അപ്പൊ മുർത്തദ്ദാകുന്ന പ്രവൃത്തിയായി കാണുന്ന ഈ സുജൂദ് പോലും യാക്കൂബ് നബി യൂസുഫ് നബിക്ക് ചെയ്തപ്പോ എന്തായിരുന്നില്ല? ശിർക്കായിരുന്നില്ല. ഇപ്പൊ ഇബാദത്തിന്റെ കർമ്മമല്ലേ സുജൂദ്? അതിലും വലിയൊരു കർമ്മ ഇബാദത്തിലുണ്ടോ? സുജൂദിലപ്പുറം വലിയൊരു കർമ്മ ഇബാദത്തിലുണ്ടോ? ഇല്ലല്ലോ. ആ സുജൂദ് എന്ന കർമ്മം സ്വന്തം മകന്റെ മുമ്പിൽ ബാപ്പയായ നബി മകനായ നബിന്റെ മുമ്പിൽ ചെയ്യുമ്പോ അത് ശിർക്കല്ല എന്ന് നമുക്ക് മനസ്സിലാണല്ലേ? ഖുർആൻ പറയുന്നുണ്ടല്ലോ ശിർക്കല്ലത്. അപ്പൊ ഇബാദത്തിന്റെ കർമ്മം, ആരാധനയുടെ കർമ്മം മറ്റൊരാളുടെ മുമ്പിൽ ചെയ്യുക എന്നല്ല എന്തിന്റെ അർത്ഥം? ശിർക്കിന്റെ അർത്ഥം. ബഹുദൈവ ആരാധനയല്ല ശിർക്ക് എന്നതിന്റെ പരിഭാഷ. അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ്. ബഹുദൈവ ആരാധന എന്ന് ശിർക്കിന് പറയരുത്. ബഹുദൈവ വിശ്വാസം, ബഹുദൈവ വിശ്വാസം ശിർക്ക്. ഏകദൈവ ആരാധന എന്ന് തൗഹീദിന് അർത്ഥം പറയുന്നത് തൗഹീദിനെ കർമ്മമാക്കലാണ്. വിശ്വാസമല്ലാതായി പോകും. തൗഹീദ് കർമ്മമല്ല. കർമ്മം ഒന്നും നല്ലതില്ലാത്ത ആൾക്കും തൗഹീദ് എന്ന വിശ്വാസം ഉണ്ടാകാം. ആ വിശ്വാസത്തിന് എങ്ങനെ പരിഭാഷപ്പെടുത്തണം? ഏകദൈവ വിശ്വാസം എന്ന്. അപ്പൊ ഏകദൈവ വിശ്വാസം എന്ന തൗഹീദിനു ബദൽ നേരെ വിപരീതം ബഹുദൈവ വിശ്വാസം. ഈ വിശ്വാസം ഒന്നുമില്ലാത്ത ആളുകളെ കർമ്മത്തിന്റെ പേരിൽ ശിർക്ക് ചെയ്തു, ശിർക്ക് ചെയ്തു, ശിർക്ക് ചെയ്തു എന്നിങ്ങനെ പറയുമ്പോ ഒരു ചെയ്തിയായി, പ്രവൃത്തിയായി ശിർക്കിനെ താഴ്ത്തി കെട്ടണം. ശിർക്കിനെ അങ്ങനെ താഴ്ത്തി കെട്ടിയാൽ പറ്റൂല. അള്ള പൊറുക്കാത്ത കുറ്റമാണെന്ത്? ശിർക്ക്. അള്ള പൊറുക്കാത്ത കുറ്റം. മറ്റെന്തും അള്ള പൊറുക്കും. ഖുർആനിൽ അള്ളാഹ് പറഞ്ഞാണത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. ശിർക്ക് അല്ലാഹു പൊറുക്കൂല. വയഗ്ഫിറു മാ ദൂന ദാലിക. അതിന്റെ താഴെ എന്തും അള്ള പൊറുക്കും. ലിമൻ യശാ. പൊറുക്കണോന്ന് അള്ള ഉദ്ദേശിക്കുന്നവർക്ക്. അള്ളാഹുവിന്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒറ്റെന്തും പൊറുക്കും. ശിർക്ക് അള്ള പൊറുക്കൂല എന്ന് വ്യവസ്ഥ ചെയ്തു. അങ്ങനെയുള്ള പാപമായ ശിർക്ക് കർമ്മമല്ല, വാക്കല്ല, ചെയ്തിയല്ല, പ്രവൃത്തിയല്ല. പിന്നെന്താണ്? മനസ്സിന്റെ അകത്തെ വിശ്വാസമാണ് ബഹുദൈവ വിശ്വാസം. തൗഹീദും അങ്ങനെ തന്നെ സ്വർഗപ്രവേശനത്തിന്റെ വ്യവസ്ഥ ചെയ്ത ഒരു വലിയ അടിസ്ഥാന ശിലയാണെന്ത്? തൗഹീദ്. അതും കർമ്മമല്ല, വിശ്വാസമാകുന്നു. അപ്പൊ വിശ്വാസമായ തൗഹീദും
അതിൻ്റെ വിപരീതമായ വിശ്വാസമായ ശിർക്കും വിശ്വാസത്തിൽ മാത്രമേ വരൂ എന്ന അടിസ്ഥാന പോയിന്റ് ഇന്നത്തെ ക്ലാസ്സിൽ ഇരിക്കട്ടെ. വേറെ വിശദീകരണങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ നൽകാൻ അങ്ങനെ നീണ്ടുപോകുമല്ലോ. ഞാനിവിടെ ഇപ്പോൾ അവസാനിപ്പിക്കാം. ഒരു അരമണിക്കൂർ നമുക്ക് ചോദിക്കാനും വെച്ചിട്ടുണ്ട്. പരമാവധി സമയം ചോദിക്കും.